PC ട്യൂട്ടോറിയലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ കേരളത്തിലെ മുഖ്യമന്ത്രിമാർ. 1956 നവംബർ 1-നാണ് കേരള സംസ്ഥാനം പിറന്നത്. അത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ. 1956 നവംബർ 1-നാണ് കേരള പിറവി. അപ്പം നമ്മുടെ മുഖ്യമന്ത്രിമാർ ആരൊക്കെയായിരുന്നു? ഓക്കെ, ഏറ്റവും കൂടുതൽ വർഷം മുഖ്യമന്ത്രിയായത് E.K. നായനാരാണ്. 11 വർഷമാണ് E.K. നായനാർ മുഖ്യമന്ത്രിയായത്. ഏറ്റവും കൂടുതൽ തവണ മുഖ്യമന്ത്രിയായത് K. കരുണാകരനാണ്. അപ്പം രണ്ടും മാറിപ്പോകരുത്. ഏറ്റവും കൂടുതൽ വർഷം മുഖ്യമന്ത്രിയായത് E.K. നായനാരും ഏറ്റവും കൂടുതൽ തവണ മുഖ്യമന്ത്രിയായത് K. കരുണാകരനുമാണ്. 4 തവണ ഈ സംസ്ഥാനം വഹിച്ചപ്പോൾ E.K. നായനാരും A.K. ആൻ്റണിയും 3 തവണ മുഖ്യമന്ത്രി സ്ഥാനം വഹിച്ചു. ഇടത് വലതുപക്ഷ മുന്നണികൾ മാറി മാറി ഭരിച്ച സർക്കാരുകളാണ് കേരളത്തിലേത്. ഇത് ജനാധിപത്യത്തിൻ്റെ വിജയമായി നമുക്ക് കാണാം. EMS നമ്പൂതിരിപ്പാട് മുതൽ പിണറായി വിജയൻ വരെയുള്ള കേരള മുഖ്യമന്ത്രിമാരെ നമുക്ക് നോക്കാം ആരൊക്കെയാണെന്ന്. ഫസ്റ്റ് എത്തത് EMS നമ്പൂതിരിപ്പാട്. കേരളത്തിൻ്റെ ആദ്യ മുഖ്യമന്ത്രി EMS ആണ്. പൂർണ്ണനാമം ഏലംകുളം മനയ്ക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാട്. 1909 ജൂൺ 14-ന് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ ജനിച്ചു. 3 തവണ KPCC സെക്രട്ടറിയായി പ്രവർത്തിച്ചു. 1957-59, 1967-69 കാലയളവുകളിൽ മുഖ്യമന്ത്രിയായി. 1960-64, 1970-77 പ്രതിപക്ഷ നേതാവായിരുന്നു. 1977 മുതൽ 1992 വരെ ദീർഘകാലം CPM സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യൻ CPI സ്ഥാപക നേതാക്കളിൽ ഒരാളായ അദ്ദേഹം 1964 പാർട്ടി പിളർന്നപ്പോൾ CPM-ന്റെ കൂടെ ആയിരുന്നു. 1998 മാർച്ച് 19-ന് 89-ാം വയസ്സിൽ അന്തരിച്ചു. പട്ടം A. താണുപിള്ള. 1885 ജൂലൈ 15-ന് തിരുവനന്തപുരം ജില്ലയിൽ ജനിച്ചു. 1960-62 കാലയളവിൽ മുഖ്യമന്ത്രിയായ ഇദ്ദേഹം 1948-ലും 1954-55-ലും തിരുവിതാംകൂർ കൊച്ചി മന്ത്രിയായിരുന്നു. കോൺഗ്രസിൻ്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളായ പട്ടം താണുപിള്ള കേരള രാഷ്ട്രീയത്തിലെ ഭീഷ്മാചാര്യരായാണ് അറിയപ്പെടുന്നത്. 1952 പഞ്ചാബ് ഗവർണറായും 1964 ആന്ധ്രാപ്രദേശ് ഗവർണറായും സേവനമനുഷ്ഠിച്ചു. 1970 ജൂലൈ 22-ന് അന്തരിച്ചു. അടുത്തത് R. ശങ്കർ. 1909 ഏപ്രിൽ 30-ന് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിൽ ജനിച്ചു. പിന്നോക്ക സമുദായത്തിൽ നിന്ന് കേരള മുഖ്യമന്ത്രി പദവിയിലെത്തുന്ന ആദ്യ വ്യക്തിയാണ് R. ശങ്കർ. 1962-64 കാലയളവിലാണ് മുഖ്യമന്ത്രിയായത്. AICC മെമ്പറായും KPCC പ്രസിഡന്റായും SNDP യോഗം ജനറൽ സെക്രട്ടറിയായും സേവനമനുഷ്ഠിച്ച ശങ്കർ പട്ടും താണപിള്ള മുഖ്യമന്ത്രി സഭയിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനവും ധനകാര്യ വകുപ്പും കൈകാര്യം ചെയ്തു. 1972 നവംബർ 6-ന് അന്തരിച്ചു. C. അച്യുതമേനോൻ. പ്രമുഖ കമ്മ്യൂണിസ്റ്റ് നേതാവും എഴുത്തുകാരനുമായ C. അച്യുതമേനോൻ 1913 ജനുവരി 13-ന് തൃശൂർ ജില്ലയിലെ പുതുക്കാട് ജനിച്ചു. തൃശൂർ DCC പ്രസിഡന്റായും KPCC മെമ്പറായും പ്രവർത്തിച്ചു. നിരവധി തവണ ജയിൽവാസമനുഷ്ഠിച്ച അദ്ദേഹം 1987 EMS മന്ത്രിസഭയിൽ ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുണ്ട്. 1968 രാജ്യസഭാംഗമായി. 1969-70 വരെ മുഖ്യമന്ത്രിയായ അച്യുതമേനോൻ പിന്നീട് 1970-കളിലെ ഇടക്കാല തെരഞ്ഞെടുപ്പിനെ തുടർന്ന് വീണ്ടും ഈ സ്ഥാനത്തെത്തി. 1977 വരെ മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടർന്നു. 1991 ഓഗസ്റ്റ് 16-ന് അന്തരിച്ചു. അടുത്ത ആൾ K. കരുണാകരൻ. ലീഡർ എന്നറിയപ്പെട്ട K. കരുണാകരൻ 1918 ജൂലൈ 5-ന് കണ്ണൂർ ജില്ലയിലെ ചിറക്കലിൽ ജനിച്ചു. ട്രേഡ് യൂണിയൻ നേതാവായി രാഷ്ട്രീയ രംഗത്തെത്തിയ അദ്ദേഹം അച്യുതമേനോൻ മന്ത്രിസഭയിൽ ആഭ്യന്തരമന്ത്രിയായി. 4 തവണ കേരള മുഖ്യമന്ത്രി പദവിയിലെത്തിയ കരുണാകരൻ 1977-ലാണ് ആദ്യമായി മുഖ്യമന്ത്രിയായത്. 7 തവണ മാള നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിച്ചു. 2 തവണ ലോക്സഭാംഗമായി. 1995 രാജ്യസഭാംഗമായ അദ്ദേഹം ക്യാബിനറ്റ് മന്ത്രിയുമായി. 2010 ഡിസംബർ 23-ന് മരിക്കുമ്പോൾ 92 വയസ്സുണ്ടായിരുന്നു. A.K. ആൻ്റണി. കറതീർന്ന പ്രതിച്ഛായയാണ് A.K. ആൻ്റണി എന്ന രാഷ്ട്രീയ നേതാവിനെ വ്യത്യസ്തനാക്കുന്നത്. 3 പ്രാവശ്യം മുഖ്യമന്ത്രി പദവിയിലെത്തി. 1940 ഡിസംബർ 28-ന് ആലപ്പുഴ ചേർത്തലയിലാണ് അറക്കപ്പറമ്പിൽ കുര്യൻ ആൻ്റണി എന്ന A.K. ആൻ്റണി ജനിച്ചത്.
KSUവിലൂടെ രാഷ്ട്രീയ രംഗത്തെത്തി. 1977 ഏപ്രിൽ 27 കേരള മുഖ്യമന്ത്രിയായി. എന്നാൽ 1978 ഒക്ടോബറിൽ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചു. 93-95 നരസിംഹറാവു മന്ത്രിസഭയിൽ ക്യാബിനറ്റ് മന്ത്രിയായി. 95 മാർച്ച് 22 വീണ്ടും കേരള മുഖ്യമന്ത്രി സ്ഥാനത്തെത്തി. 96 മുതൽ 2001 വരെ പ്രതിപക്ഷ നേതാവായിരുന്നു. 2001 മെയ് 17 മൂന്നാമതും മുഖ്യമന്ത്രി പദവിയിലെത്തി. മുൻ കേന്ദ്ര പ്രതിരോധ മന്ത്രിയും കൂടിയാണ് AK ആന്റണി. CH മുഹമ്മദ് കോയ. മുസ്ലിം ലീഗിന്റെ പ്രമുഖ നേതാവായിരുന്ന CH മുഹമ്മദ് കോയ 1927 ജൂലൈ 15 കോഴിക്കോട് ജില്ലയിലെ അത്തോളിയിൽ ജനിച്ചു. ചന്ദ്രിക ദിനപത്രത്തിൻ്റെയും ആഴ്ചപ്പതിപ്പിൻ്റെയും പത്രാധിപരായിരുന്നു. 1960 താനൂരിൽ നിന്ന് നിയമസഭയിലെത്തി. 1961 നിയമസഭാ സ്പീക്കറായ അദ്ദേഹം പാർലമെന്റിലേക്ക് മത്സരിക്കാനായി ആ സ്ഥാനം രാജിവെച്ചു. 1981 കരുണാകരൻ മന്ത്രിസഭയിൽ ഉപമുഖ്യമന്ത്രിയുമായി. 1979 ഒക്ടോബർ 12 മുഖ്യമന്ത്രിയായ അദ്ദേഹം അതേ വർഷം ഡിസംബർ 1 വരെയേ ആ സ്ഥാനത്ത് തുടർന്നുള്ളൂ. അങ്ങനെ 54 ദിവസം മാത്രം മുഖ്യമന്ത്രിയായ ഏക വ്യക്തിയായി. MLA, MP, സ്പീക്കർ, മന്ത്രി, ഉപമുഖ്യമന്ത്രി, മുഖ്യമന്ത്രി എന്നീ സ്ഥാനങ്ങൾ വഹിച്ച കേരളത്തിലെ ഏക വ്യക്തിയാണ് CH മുഹമ്മദ് കോയ. 1983 സെപ്റ്റംബർ 28 അന്തരിച്ചു. PK വാസുദേവൻ നായർ. പൊതുജീവിതത്തിലെ സംശുദ്ധിയായിരുന്നു PKV എന്ന പടയാട്ട് കേശവപിള്ള വാസുദേവൻ നായരുടെ മുഖമുദ്ര. 1926 മാർച്ച് 15 കോട്ടയം ജില്ലയിലെ കിടങ്ങൂരിലാണ് ജനനം. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ വളർന്നുവന്ന അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം മുറുകെ പിടിച്ചു. AIYF സ്ഥാപകനാണ്. 64 പിളർപ്പിന് ശേഷം CPIയിൽ തുടർന്നു. AK ആന്റണിയുടെ പിൻഗാമിയായാണ് അദ്ദേഹം 1978 ഒക്ടോബർ 24 മുഖ്യമന്ത്രി സ്ഥാനത്തെത്തിയത്. എന്നാൽ LDF രൂപവൽക്കരണവുമായി ബന്ധപ്പെട്ട് ഒക്ടോബർ 7 പദവിയിൽ നിന്ന് രാജിവെച്ചു. 2005 ജൂലൈ 12 അന്തരിച്ചു. EK നായനാർ. പത്രാധിപർ, എഴുത്തുകാരൻ എന്നീ നിലയിൽ പ്രശസ്തനായ EK നായനാർ 1919 ഡിസംബർ 9 കണ്ണൂർ ജില്ലയിലെ കല്യാശ്ശേരിയിൽ ജനിച്ചു. 1967 MP ആയി. 1980 മുഖ്യമന്ത്രിയായി. 87, 91, 96, 2001 കാലയളവിലും ഈ പദവി അലങ്കരിച്ചു. CPM സംസ്ഥാന സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോ അംഗവുമായിരുന്നു. കേരള നിയമസഭാംഗമായി 6 തവണ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. 1967 ലോക്സഭാ അംഗവുമായി. 1982, 87, 91, 92 കാലയളവുകളിൽ പ്രതിപക്ഷ നേതാവായിരുന്നു. നിരവധി തവണ ജയിൽവാസം അനുഷ്ഠിച്ച അദ്ദേഹം 2004 മെയ് 19 അന്തരിച്ചു. VS അച്യുതാനന്ദൻ. ഏറ്റവും പ്രായം ചെന്ന മുഖ്യമന്ത്രിയായ VS അച്യുതാനന്ദൻ 1923 ഒക്ടോബർ 20 ആലപ്പുഴ ജില്ലയിലെ പുന്നപ്രയിൽ ജനിച്ചു. 1980 മുതൽ 3 തവണ CPM സംസ്ഥാന സെക്രട്ടറിയായിരുന്ന അദ്ദേഹം CPM സ്ഥാപക നേതാവാണ്. 1992, 96 കാലയളവിലും 2001, 2006 പ്രതിപക്ഷ നേതാവായിരുന്നു. 2006 മെയ് 18 കേരളത്തിന്റെ 11ാമത്തെ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. പോളിറ്റ് ബ്യൂറോ അംഗമായിരുന്നു ഇദ്ദേഹം. ഉമ്മൻചാണ്ടി. 1943 ഒക്ടോബർ 30 ഉമ്മൻചാണ്ടി ജനിച്ചത്. KSU യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായി പ്രവർത്തിച്ച അദ്ദേഹം AICC മെമ്പറായിട്ടുണ്ട്. പുതുപ്പള്ളി മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന അദ്ദേഹം 1977, 80, 82, 87, 91, 96, 2001, 2006, 2011, 2016, 2021 തെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ചു. 1977 കരുണാകരൻ മന്ത്രിസഭയിലും ആന്റണി മന്ത്രിസഭയിലും തൊഴിൽ മന്ത്രിയായി. 1981, 82 കാലയളവിൽ സംസ്ഥാന ആഭ്യന്തര മന്ത്രിയായും 91 ധനകാര്യമന്ത്രിയായും പ്രവർത്തിച്ചു. 2004 AK ആന്റണി രാജിവെച്ചപ്പോൾ മുഖ്യമന്ത്രിയായി. 2006 മെയ് 18 വരെ ആ സ്ഥാനത്ത് തുടർന്ന അദ്ദേഹം 2011 മുതൽ 2016 വരെ വീണ്ടും മുഖ്യമന്ത്രിയായി. 2006 മുതൽ 2011 വരെ പ്രതിപക്ഷ നേതാവായിരുന്നു. 2023 ജൂലൈ 18 അന്തരിച്ചു.
പിണറായി വിജയൻ 1944 മാർച്ച് 21 കണ്ണൂർ ജില്ലയിലെ പിണറായിയിൽ ജനനം. 2016 മെയ് 25 മുതൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. നിലവിൽ CPM പോളിറ്റ് ബ്യൂറോ മെമ്പറാണ്. 1998 മുതൽ 2015 വരെ CPM കേരള ജനറൽ സെക്രട്ടറി ആയിരുന്നു. 1970, 1977, 1991, 1996, 2016, 2021 കാലയളവിൽ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. 1996 മുതൽ 1998 വരെ നായനാർ മന്ത്രിസഭയിൽ വൈദ്യുതി സഹകരണ വകുപ്പ് കൈകാര്യം ചെയ്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ടും അറിവിനായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.